സഹപ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങി സ്ഥാനാർത്ഥിയായതാണെന്നും ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കില്ലെന്നും ഒ രാജഗോപാൽ. ജനങ്ങൾ പലതവണ തന്നെ സ്വീകരിച്ചതാണെന്നും ചില അടിയൊഴുക്കുകളാണ് ജയം വിഫലമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. നേമത്ത് ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചലച്ചിത്ര താരം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പലകുറി സ്ഥാനാർത്ഥിയായ ഒ രാജഗോപാൽ ഇനിയൊരു രാഷ്ട്രീയ അംഗത്തിനില്ലെന്നുറപ്പിച്ചാണ് ഇത്തവണ നേമത്ത് ജനവിധി തേടുന്നത്. പ്രത്യേക സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയാവാൻ സമ്മതിച്ചതാണെന്നും ഇനിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനില്ലെന്നും രാജഗോപാൽ വ്യക്തമാക്കി. തീർച്ചയായിട്ടും പങ്കാളിയാവണം എന്ന് സ്നേഹപുരസരം അവരാവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഞാൻ വീണ്ടും സ്ഥാനാർത്ഥിയായി വരാൻ ഇടയായിട്ടുള്ളത്. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവും എന്നെനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഇനി വീണ്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പ്രാവശ്യം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ വഴങ്ങി ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ സമ്മതിച്ചിരിക്കുകയാണ്. നേമത്ത് ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചലച്ചിത്ര താരം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തതോടെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. കേരളത്തിന്റെ ആദ്യത്തെ വിജയം കുറിക്കുന്നത് രാജേട്ടനായിരിക്കണമെന്ന് പറയുന്ന ഓരോ മലയാളിയുടെയും നിർബന്ധം അത് പ്രവർത്തനമാക്കി മാറ്റേണ്ടത് അണികൾ തന്നെയാണ്. ശക്തമായ ഒരു പ്രവർത്തന മുന്നേറ്റം നടത്തിയാൽ അതിനുള്ള ഫലം ഈശ്വരൻ തരും. വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടം വരെ ലീഡ് ചെയ്യാൻ രാജഗോപാലിന് സാധിക്കട്ടെ എന്ന ചടങ്ങിൽ പങ്കെടുത്ത ചലച്ചിത്ര താരം ഭീമൻ രഘുവും ആശംസിച്ചു. ആദ്യത്തെ ലീഡ് മുഴുവൻ രാജേട്ടനാണ്. ഞാൻ എന്റെ വീടിന്റെ മുമ്പിൽ പടക്കം വരെ വാങ്ങിച്ചു വെച്ചിരിക്കുകയായിരുന്നു, അതിന്റെ ഡിക്ലെയർ ചെയ്താൽ അപ്പം പൊട്ടിക്കാനായിട്ട്. പക്ഷെ ആ പടക്കം ഇന്നും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. രാജേട്ടന് തോണത്തെ ഇലക്ഷനിൽ നിന്ന് ജയിച്ചു കഴിയുമ്പോൾ രാജേട്ടന്റെ വീടിന്റെ മുമ്പിൽ ഞാൻ ഒരു ഭീമൻ രഘു വരും പൊട്ടിക്കാൻ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.